നമ്മുടെ നവകേരള സദസ്സൊക്കെ അവസാനിച്ചിട്ട് ഒരുപാട് ദിവസമായി അല്ലേ? അപ്പോൾ അതിൽ വന്നിട്ടുള്ള പരാതികൾ അത് തീർപ്പാക്കിയിട്ടുണ്ടോ ഇല്ലയോ, അതിനുള്ള ഉത്തരമാണ്, ഒരു ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. അതായത് സ്വന്തമായി വീടും കെട്ടിട നമ്പരും ഉണ്ടായിട്ടും പഞ്ചായത്തിന്റെ രേഖകളിൽ അങ്ങനൊരു വീടേയില്ല. കോട്ടയം മണർക്കാട് സ്വദേശിയായ ഷേർലിയാണ് പഞ്ചായത്തിന്റെ നൂലാമാലകളിൽപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം മുന്നിലുള്ളപ്പോൾ ഈ പ്രശ്നത്തിന്റെ പരിഹാരത്തിനായിട്ട് നവകേരള സദസ്സിൽ ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. പക്ഷെ ഇതുവരെയും ഒരു ഫലവും ഉണ്ടായിട്ടില്ല. രസീത് നമ്പറോ പരാതിയിലുള്ള മൊബൈൽ നമ്പറോ നൽകിയാൽ മതി. പരാതികളിൽ 2 ആഴ്ചക്കുള്ളിലും കൂടുതൽ നടപടിക്രമം ആവശ്യമെങ്കിൽ പരമാവധി 4 ആഴ്ചക്കുള്ളിലും ജില്ലാതല ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കും. വീട്ടുകാരും ഇതുവരെ വന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളത് തിരക്കിയപ്പം പറഞ്ഞ് ഞങ്ങളുടെ ഒരു വീട് അങ്ങനെ പഞ്ചായത്ത് ഇല്ലെന്ന് പറഞ്ഞത്. എല്ലാ രേഖകളും ഞങ്ങളവിടെ കൊടുത്തു. അപ്പോൾ ഇന്ന് വാ നാളെ വാ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ അങ്ങ് വിട്ടു. നവകേരളത്തിൽ വന്നപ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, ഇത് എനിക്ക് കിട്ടും, ഇത് കൊടുത്താൽ കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് അപേക്ഷയെല്ലാം കൊടുത്തു കഴിഞ്ഞ് പിന്നെ ആരും വിളിച്ചൊന്നുമില്ലായിരുന്നു. ഷിനോജ് നമ്മുടെ കൂടെയുണ്ട്. ഷിനോജ്, ഈ വീട്ടുകാരം അടച്ചത് അതിന്റെ രസീതൊക്കെ നമ്മുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ വേണമെന്നൊക്കെ പറയുമ്പോൾ ഈ എൻ്റെ വീട്ടിലൊക്കെ തന്നെ അതിന്റെ ഒരു രസീത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആകെപ്പാടെ ടെൻഷനാണ്. കാരണം പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെയാണ് ഈ ചേച്ചിക്കും ആ കുടുംബത്തിനും അടയ്ക്കാനുള്ളൊരു സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല. ഈ പഞ്ചായത്തിന് ഇതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു തടസ്സമാണോ ഇത്? ഞാൻ ഈ സ്റ്റോറി നേരത്തെ കണ്ടപ്പോൾ ആദ്യം ഒരു കുടിലായിരുന്നു, അതിന്റെ സ്ഥാനത്തേക്ക് വീട് വന്നു, അത് അറിയിച്ചില്ല എന്നുള്ള ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ അറിയുന്നത്. അതും പോട്ടെ, വലിയൊരു പ്രതീക്ഷയോട് കൂടിയാണല്ലോ ഈ നവകേരള സദസ്സിൽ കൊണ്ടുചെന്ന് പരാതി കൊടുത്തത്. അതിനുപോലും ഒരു ഫലം ഉണ്ടായിട്ടില്ല അല്ലേ? പൂജ, നമ്മുടെ നാട്ടിൽ പലർക്കും ഈ നിയമത്തെക്കുറിച്ച് പലർക്കും അത്തരത്തിൽ അറിവൊന്നും കാണില്ല. പ്രത്യേകിച്ച് ഒരു 40-50 വർഷം മുമ്പിലുള്ള ജീവിച്ചിരുന്ന ആൾക്കാർക്കുമൊക്കെ നമ്മുടെ അപ്പൂപ്പനൊക്കെ ആ രീതിയിലുള്ള വലിയ നിയമത്തെക്കുറിച്ച് ഒന്നും തന്നെ വലിയ അറിവൊന്നും ഉണ്ടാകണമെന്നില്ല. പ്രത്യേകിച്ച് അതുതന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. ഈ മണർക്കാട് സ്വദേശിയായ ഷേർലി എന്ന് പറയുന്ന അവരുടെ കുടുംബത്തിനൊക്കെ ആദ്യം ഉണ്ടായിരുന്ന ഒരു കുടിലായിരുന്നു ഇത്. പ്രദേശമെന്ന് പറയുന്നത് തീർത്തും വെള്ളം കയറുന്ന പ്രദേശമാണ്. 2 മഴ പെയ്താൽ തന്നെ പൂർണ്ണമായും വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ് ഈ കുടിൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ആദ്യം ഒരു വീടല്ല വെച്ചത്, ഒരു മുറി കെട്ടിയെടുക്കുകയാണ് ചെയ്തത്. തുടർന്ന് അങ്ങോട്ട് താമസം മാറി. ഈ കുടിലിൽ നിന്ന് മാറി ഈ മുറി കെട്ടുന്ന സമയത്ത് പഞ്ചായത്തിനെ അറിയിച്ചില്ല എന്നൊരു തെറ്റ് മാത്രമാണ് ഈ കുടുംബം ചെയ്തത്. അതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ വർഷങ്ങളായി അവർ ഈ മണർക്കാട് പഞ്ചായത്തിൽ കയറി ഇറങ്ങേണ്ട സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. ചെല്ലുമ്പോഴൊക്കെ ഓരോരോ പേപ്പർ കൊണ്ടുവരാൻ പറയും. അത് കൊണ്ടുവന്ന് ലാസ്റ്റ് ഈ വീടിൻ്റെ ഗ്രഹനാഥനായ രാജു എന്ന് പറയുന്ന ആൾ പിന്നെ ഈ പഞ്ചായത്തിലേക്ക് പോകാറായി. കാരണം ഒരു ദിവസം ജോലിക്ക് പോലും പോവാതെ ആയിരിക്കും ഈ പഞ്ചായത്തിൽ ചെല്ലുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് അവർ ഓരോ സർട്ടിഫിക്കറ്റിൻ്റെ പേര് പറയും. അവസാനം ഗതികെട്ട് കൊണ്ടാണ് ഈ ഷേർലി എന്ന് പറയുന്ന അമ്മ നവകേരള സദസ്സിലെത്തി അവിടെ ഒരു പരാതി കൊടുക്കുന്നത്. ഈ പരാതി കൊടുത്തിട്ട് പോലും 40-45 ദിവസത്തിനകത്ത് തീർത്ത് ഈ പരാതിക്കുള്ളിൽ പരിഹാരം ഉണ്ടാകുമെന്നാണ് നമ്മുടെ സർക്കാരെല്ലാം പറയുന്നത്. ഈ സർക്കാർ സംവിധാനം ഇത്തരത്തിൽ പറയുമ്പോഴാണ് ഒരൊറ്റ ഫോൺ കോൾ പോലും ഈ വിഷയം ബന്ധപ്പെട്ട് ഈ അമ്മയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ വില്ലേജ് ഓഫീസർ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ ആ രേഖ കൊണ്ടുപോകുക, ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് ഓരോ മനുഷ്യന്മാരെ ഇങ്ങനെ പുറകെ നടത്തിക്കുന്നത്. അതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ എന്തായാലും ഒരു പരിഹാരം വേണം. ഈ ചേച്ചിയുടെ ഒരു കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്, കുറെ കയറി ഇറങ്ങിയതല്ലേ, ഒന്ന് പരിഹാരം ഉണ്ടാക്കി കൊടുത്തൂടെ? ശരി ഷിനോജ്.